ജനുവരി 4-ാം തീയതി ഞായറാഴ്ച ദക്ഷിണ കേരളത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയുന്ന എന്റെ അഭിവന്ദനായ ഗുരുവര്യൻ കൂടിയായ ഷെയ്ഖുന നൂറുൽ ഉലമാ കെ.പി. അബൂബക്കർ ഹസ്രത്ത് അല്ലാഹു അവിടുത്തെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ഇന്ന് മരണപ്പെട്ടതിന്റെ 3-ാം ദിവസമാണ്. അബ്ദുൽ നാസർ മഅദനി എന്ന ഒരു ഇസ്ലാമിക പ്രബോധകന് ജന്മം നൽകാൻ അല്ലാഹു തൗഫീഖ് കൊടുത്ത ഒരു മഹാപണ്ഡിത മനീഷി. പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഇത്രയും നാം കണ്ടിട്ടുള്ള പണ്ഡിതന്മാരിൽ എല്ലാ ആളുകളും പറയുന്ന, എല്ലാ ഉലമാക്കളും പറയുന്നതാണ്, ഇത്രയും വിനയമുള്ള ഒരു പണ്ഡിതൻ, ഇത്രയും സാത്വികനായ ഒരു പണ്ഡിതനെ നമുക്ക് കാണാൻ കഴിയില്ല. ഷെയ്ഖുന കെ.പി. അബൂബക്കർ ഹസ്രത്ത് അല്ലാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്നു. വർക്കല ജാമിഅ മന്നാനിയ സർവകലാശാലയുടെ പ്രിൻസിപ്പൽ ആയിരുന്നു. നിരവധി ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ അഭിവന്ദനായ അമരക്കാരൻ ഉസ്താദ് ബഹുമാനപ്പെട്ട കെ.പി. ഉസ്താദ് അവർകൾ മരണപ്പെട്ടു. ഞാൻ ആ മരണപ്പെടുന്ന ദിവസത്തിൽ എനിക്ക് നിശ്ചയിച്ചിരുന്ന പ്രസംഗം മഞ്ചേശ്വരത്താണ്, കാസർഗോഡ് മഞ്ചേശ്വരം. കഴിഞ്ഞ ദിവസം ആ പ്രസംഗത്തിന് വേണ്ടി തലേ ദിവസം പാണക്കാട് ലിയാഖത്ത് അലി തങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് നേരത്തെ ഞാൻ കാസർഗോഡ് പോയി റൂമിൽ താമസിക്കുമ്പോൾ സുബഹി നിസ്കാരത്തിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫോൺ ചെയ്തു. അറിഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ വഫാത്തായി. ഒരു നടുക്കത്തോടു കൂടി ഞാനത് കേട്ടു. ഉസ്താദ് സുഖമില്ലാതെ ആശുപത്രിയിൽ കഴിയുന്നു. പക്ഷേ ഒരു വലിയ കെടാവിളക്കായി, വലിയ വടവൃക്ഷമായി നമ്മുടെ മുന്നിൽ ജ്വലിച്ച് പ്രകാശിച്ച് തണല് വിരിച്ചു നിന്ന ആ തണൽ മരം പെട്ടെന്ന് കടപുഴകി വീണു. ആ പ്രകാശം അണഞ്ഞുപോയി എന്ന് കേട്ടപ്പോൾ സ്തബ്ധനായി കുറച്ചു നേരം നിന്നു. എപ്പോഴാണ് ഖബറടക്കുന്നത്? കേരളത്തിന്റെ അങ്ങേയറ്റം ഞാൻ നിൽക്കുന്നു. ഇങ്ങേയറ്റത്താണ് ഉസ്താദിന്റെ വീട്. എങ്ങനെയാണ് എത്തിച്ചേരുക? എങ്ങനെ എത്തിച്ചേരാതെ എനിക്കന്നവിടെ പ്രസംഗിക്കാൻ കഴിയും? ഞാൻ ചോദിച്ചു പലരെയും വിളിച്ചിട്ട്, ഉസ്താദിന് എപ്പോഴാ ഖബറടക്കുന്നത്? ആർക്കും അറിയില്ല. മരണപ്പെട്ട സമയമേ ആയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 6:30 പുലർച്ചെ 6:30 എനിക്ക് വിവരം കിട്ടി, അസറിനാണ് ഉസ്താദിന്റെ ജനാസ ഖബറടക്കുന്നത്. കേരളത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റത്ത് അതിവേഗം എത്താൻ ഇപ്പോൾ ഉള്ള ഏക പരിഹാരം വന്ദേ ഭാരതാണ്. അതിൽ യാത്ര ചെയ്താൽ മാത്രമേ എത്തിച്ചേരുള്ളൂ. 7 മണിക്ക് കാസർഗോഡ് വരുന്ന വന്ദേ ഭാരതിൽ ഒരു 10-30 മിനിറ്റ് യാത്ര ചെയ്താൽ മാത്രമേ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിയുള്ളൂ. ഞാൻ ചിന്തിച്ചു, പടച്ചോനെ, എനിക്ക് എന്റെ ഉസ്താദിനെ അവസാനമായി ഒന്ന് കാണാൻ പറ്റില്ലേ? ഞാൻ പെട്ടെന്ന് വാഹനത്തിൽ കയറി. കാസർഗോഡ് എത്തുമ്പോഴേക്കും ഇനിയും 10 മിനിറ്റ് അവശേഷിക്കുന്നുണ്ട്. ടിക്കറ്റ് എടുക്കാൻ സമയമില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് ട്രെയിനിലേക്ക് കയറി. TTR കണ്ടിട്ട് ഞാൻ കാര്യങ്ങൾ ബോധിപ്പിച്ചു. കോഴിക്കോട് വരെ ഒരു സീറ്റ് തന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു കമ്പാർട്ട്മെന്റിൽ ഒരു സീറ്റ് തന്നു. 2 മണിക്ക് കൊല്ലത്തെത്തി. 2:45 ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മുന്നിലെത്തി. അതിനുശേഷം 1.5 മണിക്കൂർ എനിക്ക് ആ പരിശുദ്ധമായ മുഖം കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയും. അത് കഴിഞ്ഞ് ഇത്രയും വലിയ ഒരു ജനാവലി, ഇത്രയും വലിയ ഒരു പുരുഷാരം, ഇത്രയും വലിയ ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു വലിയ കൂട്ടം ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ആ രീതിയിൽ ശ്വാസം വിടാൻ കഴിയാത്ത രീതിയിൽ അവിടുത്തെ ആ പള്ളി നിറഞ്ഞ് കവിഞ്ഞിട്ട് നമസ്കാരം നിർവഹിച്ച് ബഹുമാനപ്പെട്ടവരുടെ ഭൗതിക ശരീരം കൊണ്ടുവന്ന് ആ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് വെച്ചിട്ട് എല്ലാവരും സങ്കടത്തോടെ പിരിഞ്ഞു പോയി. ഇന്ന് 3-ാമത്തെ രാത്രിയാണ്. ഞാന് പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട്, മലക്കുകൾക്ക് പോലും പാവം തോന്നുന്ന രീതിയിലുള്ള വിനയം, ഇത്രയും വലിയ വിനയം. ആരൊക്കെയാ അനുശോചനം അറിയിച്ചത്? കാന്തപുരം എ.പി. അബൂബക്കർ ഉസ്താദ്, അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ്, അതുപോലെ തന്നെ സമസ്തയുടെ ബഹുമാനരായ പണ്ഡിതന്മാര്, അതുപോലെ കേരളത്തിലുള്ള മന്ത്രിമാർ, MLA മാര്, MP മാരെല്ലാവരും അനുശോചനം അറിയിച്ചു. കാരണം എല്ലാവരുടെ മുന്നിലും ഒരു പ്രകാശ ഗോപുരമായി നിന്ന ബഹുമാനപ്പെട്ടവർ. നിങ്ങൾ ആത്മാർത്ഥമായി ദുആ രക്കണം. അല്ലാഹു അവിടുത്തെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കട്ടെ.